തമിഴ്നാടിൻ്റെ മധ്യഭാഗത്തായി നാമക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് കൊല്ലിമല. 70ഓളം ഹെയർപിൻ വളവുകൾ ചുറ്റി കയറിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലെത്താൻ. പൂർവ്വഘട്ട മലനിരകളുടെ ഭാഗമായ ഈ പ്രദേശം കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 1300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു വലിയ വനമേഖലയ്ക്ക് നടുവിലാണ് ഈ പ്രദേശം. ഏകദേശം 280 കിലോമീറ്റർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന ഈ പ്രദേശം ടൂറിസത്തിന് ഏറെ സാധ്യതകൾ ഉള്ളതാണെങ്കിലും ഇപ്പോഴും സഞ്ചാരികൾ അധികമായി എത്തിത്തുടങ്ങിയിട്ടില്ല. ഹെയർപിൻ വളവുകൾ കയറി പോകുമ്പോൾ നമുക്ക് മനോഹരമായ താഴ്വാരത്തിലെ കാഴ്ചകൾ കാണാം. താഴെ സേലം നഗരത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വളരെ ഇടുങ്ങിയ റോഡാണ് ഇങ്ങോട്ടേക്കുള്ളത്. 70 ഹെയർപിൻ വളവുകൾ ചുറ്റിക്കറങ്ങിയിട്ട് വേണം മുകളിലേക്കെത്താൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രൈവർ വാഹനത്തിൻ്റെ ഹോൺ നീട്ടി അടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഹെയർപിൻ വളവുകളിലെ ബാരിയറുകൾ നോക്കുക. അവ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചവയാണ്. വാഹനങ്ങൾ ഇടിച്ചാൽ അത് തകർന്ന് മുന്നോട്ട് പോവാതെ റബ്ബർ ചക്രത്തിൽ തിരിഞ്ഞ് വാഹനം നിൽക്കുന്ന രീതിയിലുള്ള ബാരിയറുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അധികം ജനസംഖ്യയില്ലാത്ത ഒരു പ്രദേശമാണ് കൊല്ലിമല. മരച്ചീനി, പൈനാപ്പിൾ, വാഴ മുതലായവ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൂടാതെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങൾക്കുമാണ് കൂടുതലായിട്ട് പ്രാധാന്യമുള്ളത്. പ്ലാവ് വലിയ തോതിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ചക്ക വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വികസനം തീരെ ചെന്നെത്താത്ത സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലിമല. ആകാശഗംഗ എന്നറിയപ്പെടുന്ന വലിയൊരു വെള്ളച്ചാട്ടം കൊല്ലിമലയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. അറപ്പലാശ്വരൻ ക്ഷേത്രമാണ് ഈ കാണുന്നത്. അറപ്പാലീശ്വരൻ ക്ഷേത്രത്തിലെ അതിനു മുന്നിലുള്ള കാഴ്ചകൾ ആദ്യം നമ്മൾ എത്തിച്ചേരുന്നത് ഇവിടെയാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ ധാരാളം ഇതുപോലുള്ള വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. രുദ്രാക്ഷമാലകൾ, ചരടുകൾ, ശംഖ്, അതുപോലുള്ള ചെറിയ പ്രതിമകൾ, വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള നിരവധിയായ കൗതുക വസ്തുക്കളും അതുപോലെ ഭക്തർക്ക് ആവശ്യമായ സാധന സാമഗ്രികളും നിരത്തി വച്ചിട്ടുള്ള നിരവധി തട്ടുകടകൾ ഇവിടെ കാണാൻ കഴിയും. ഈ കടകളിൽ പല വിധത്തിലുള്ള കൗതുക വസ്തുക്കളാണ്. തൊഴിലിലും ബിസിനസ്സിലും വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മണി പേഴ്സിലോ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലോ ഒക്കെ സൂക്ഷിച്ചാൽ നമുക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാവും, സമ്പത്ത് വർദ്ധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മതിമയക്കി എന്ന പേരിലുള്ള ഒരു ദിവ്യ ഔഷധ ഗുണമുള്ള ദിവ്യശക്തിയുള്ള ഒരു ചെടിയാണെന്നാണ് പറയുന്നത് ചേട്ടൻ. ഞാനുള്ളത് ഇത് കൊല്ലി ഹിൽസിൽ ശിവൻ കോവിൽ. ഇതിന് 1000 രൂപയാണ് വില. കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പം കാശില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ഐശ്വര്യവും സമ്പത്തൊക്കെ വർദ്ധിക്കാൻ ഇത് ക്ഷേത്രത്തിൽ പൂജ കഴിച്ച് നമ്മുടെ പേഴ്സിലും വീട്ടിലൊക്കെ സൂക്ഷിക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇവിടെ നിരത്തി വച്ചിരിക്കുന്ന നിരവധിയായ വസ്തുക്കളുടെ വീഡിയോ ആണിത്. ഈ മതിമയക്കി എന്ന് പറയുന്ന ചെടി നമ്മുടെ നാട്ടിൽ കാണുന്ന മോതിരക്കണ്ണി എന്നറിയപ്പെടുന്ന ചെടിയുമായി സാമ്യമുള്ളതാണ്. ഇത് രണ്ടും ഒന്നാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതുപോലുള്ള രുദ്രാക്ഷവും അതുപോലെ കാട്ടിൽ നിന്നുള്ള മറ്റ് ഔഷധ സസ്യങ്ങളുടെയൊക്കെ തണ്ടും വേരുമൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. മനോഹരമായൊരു കാഴ്ചയാണ്. സേലം ജില്ലയിലെ കൊല്ലിമലയിലെ അറപ്പാലീശ്വരൻ ക്ഷേത്രത്തിന് മുന്നിലുള്ളത്. ഇവിടെ നിന്നാണ് ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. 1200ഓളം പടവുകൾ ഇറങ്ങിയിട്ട് വേണം ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സന്ദർശനം ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം നേരെ ഈ ആകാശഗംഗ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയത്.
അറപ്പാലീശ്വരൻ ക്ഷേത്രത്തിനകത്ത് വീഡിയോ നിഷിദ്ധമായതിനാൽ ഞാനത് വീഡിയോ എടുത്തിട്ടില്ല.